ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടി? ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഡെസ്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും നാൾ നമ്മൾ ചെയ്ത ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറേ നാളായി പ്ലാൻ ചെയ്യുന്ന കേട്ടോ. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഡെസ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ലാഗായി പോയതാണ്. ഇന്ന് പിന്നെ സൺഡേ അല്ലേ, നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സും വലിയ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാന്ന് വെച്ചത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ക്രാഫ്റ്റ് ഐറ്റംസും ഞാൻ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് ഓരോ ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം കുറച്ച് നൊസ്റ്റാൾജിക് ആണ് കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈ ലാമ്പ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഒരു ബട്ടർഫ്ലൈ ലാമ്പാണ്. ആ ഒരു ലാമ്പാണിത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫെയറി ലൈറ്റൊക്കെ വെച്ച് രാത്രി ഇങ്ങനെ കത്തിക്കണ കാണാൻ തന്നെ രസമായിരുന്നു. ഇപ്പോൾ ഇത് എടുത്ത് വെച്ച് കുറച്ചൊക്കെ ഞളങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ കളയാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ ആദ്യം വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വോയിസ് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് കുറേ പേരൊക്കെ നമ്മൾ പരിചയപ്പെട്ടത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ പേപ്പർ കപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാപ്പാണ്. ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങിയിട്ട് കോൺഫിഡൻസ് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അല്ലെങ്കിലും ചില ക്രാഫ്റ്റൊക്കെ അങ്ങനെയാണ്, നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് സക്സസ് ആവുമോ എന്ന് നമുക്ക് ഭയങ്കര സംശയമായിരിക്കും. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അങ്ങനെ ഒരു ക്രാഫ്റ്റാണിത്. എനിക്കിപ്പോഴും ഇത് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഡെസ്ക് ഡെക്കോറാണ്. ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവറും അതുപോലെ തന്നെ തെർമോക്കോൾ കൊണ്ട് ഒരു ബേസും സെറ്റ് ചെയ്തിട്ട് ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയതാണ്. ഈ ഒരു സംഭവത്തിനും വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു സാധനം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരു ക്രാഫ്റ്റാണ്. പക്ഷേ ഉണ്ടാക്കിയതല്ലേ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം നമ്മൾ അടിച്ചുവാരി ആൻഡ് ചൂലാണ്. ഇതും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡെസ്കൊക്കെ ക്ലീൻ ആക്കാൻ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അടിച്ചൊക്കെ ക്ലീൻ ആക്കാം. ഇതിനൊന്നും വലിയ ഡാമേജ് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം. മിക്കതും നമ്മൾ ഷോർട്സ് ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മഷ്റൂമാണ് കേട്ടോ. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഊതിയ പറക്കുന്ന മഷ്റൂമാണ്. ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിത് വെച്ചിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മഷ്റൂമായി മാറി. പക്ഷേ ഇതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഡെസ്കിൽ വെക്കാലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയാണ്. അടുത്തത് ഈ ഒരു ടുലിപ്സ് ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റിക്കി നോട്ട് കൊണ്ടാണ് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ഇതായിരിക്കും. ഇത് ഉണ്ടാക്കിയ സമയത്ത് കുറേ നാൾ നമ്മുടെ ഡെസ്കിൽ ഇത് ഡെസ്ക് ഡെക്കോറായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴയതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയത് വെക്കും. അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ സ്ക്വിഷി ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം സ്ക്വിഷിയാണ്. സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു കളറിനേലും നമ്മൾ വൈറ്റ് കളറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇതുപോലത്തെ 2 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മേപ്പിൾ ലീവ്സ് ആണ്. മേപ്പിൾ ലീവ്സ് എന്നല്ലേ ഇതിന് പറയാം. അപ്പോൾ ഇതും ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരെണ്ണം കാണുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ്റ് പാലറ്റ് ആണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം. പെയിൻറ്റ് പാലറ്റ് ഉണ്ടെന്നുള്ളൂ. ഈ ഒരു സംഭവം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ടൈമിലാണെങ്കിൽ പെയിൻറ്റ് തുമ്മൽ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വാർണിഷ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഐറ്റം ഒരു ബർത്ത്ഡേ കാർഡാണ്. നമ്മൾ ഇഷ്ടംപോലെ ബർത്ത്ഡേ കാർഡ്സും ഗിഫ്റ്റ് കാർഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കാർഡൊക്കെ കൊടുത്താൽ മതി. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ടുലിപ്സ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നൊരു കാർഡാണ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഓർഗനൈസർ ആണ് കേട്ടോ. ഇത് നമ്മൾ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ചെറിയ ചളക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെസ്കിൽ വെക്കാത്തത് കേട്ടോ. പക്ഷേ കുറച്ച് കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡാമേജ് വരാണ്ടിരുന്നോളും. ഇത് ഞാൻ സാധാ A4 ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ഞളക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ.
പിന്നെ ഹാലോവീൻ്റെ ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹാലോവീൻ പോക്കറ്റാണ്. ഇതിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പോക്കറ്റാണ്. ഇതും ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എവിടെ പോയാവോ അതും കാണില്ല. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ DIY ആയിട്ട് ഉണ്ടാക്കിയ ഒരു കുട്ടി ഫ്രെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തിട്ട് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മളിപ്പോൾ എടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പഴയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കോറാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഭവം ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോസാണ്. ഇതും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ റോസാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി കാർഡാണ്. അതായത് എത്ര പ്രാവശ്യം നമ്മളിത് തുറന്നാലും അതിൻ്റെ ഉള്ളിൽ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എങ്ങോട്ട് തുറന്നാലും മെസ്സേജസ് ആണ്, എവിടെ തുറന്നാലും മെസ്സേജസ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസിൽ കുറേ സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അനിയത്തി ഇവിടെ ഉള്ളത് കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവൾ നൈസായിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു ഐറ്റംസൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മിസ്സിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മിനി നോട്ട്ബുക്കാണ്. ഉണ്ടാക്കിയപ്പോൾ നൈസായിട്ടൊന്ന് തല തിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ലോക്കൊക്കെ വെച്ചിട്ടൊരു ബുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മിനി നോട്ട്ബുക്കാണ്. പിന്നെ നമ്മൾ പേപ്പർ കൊണ്ട് കുറേ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പേപ്പർ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത്. നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്. ആ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു 3-4 ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്ത ഐറ്റം നമ്മൾ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. ഈ ഒരു ബാഗ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ കൂടെ കൂടിയ പിന്നെ സ്റ്റിക്കറിൻ്റെ ഭ്രാന്തുള്ള കുറേ പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഇട്ട് വെക്കാനും ഇത് യൂസ് ചെയ്യാം. സ്റ്റിക്കറിൻ്റെ പേര് പറഞ്ഞ് നാവും അതിലേക്ക് ഇട്ടുള്ളൂ, അപ്പോഴത്തേനും എന്താ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇതും നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വെറുതെ അല്ല, ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ നോക്കി നടന്ന സമയത്തൊന്നും ഇത് കിട്ടാഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ 2-3 എണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കറാണ്, ഒരു കുഞ്ഞ് ഫ്രെയിമാണ്. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, വെറുതെ ഇരുന്ന സമയത്ത് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു കുട്ടി ഫ്ലവർ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ഈ ഒരു ഐറ്റം ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പ് കേക്ക് ബർത്ത്ഡേ കാർഡാണ് കേട്ടോ. ഇതിങ്ങനെ ക്യാൻഡിൽ വലിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് ഇങ്ങനെ വരും. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് നോക്ക്, അടിപൊളിയാണ്. അടുത്ത ഐറ്റം ഒരു കാർഡാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് കാർഡാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ കുറേ പേര് ക്രിസ്മസിൻ്റെ കാർഡ് ഉണ്ടാക്കുമോ ഗിഫ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ട്രീ വിരിഞ്ഞു വരുന്ന ഒരു കാർഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ചെയ്തത് ഓർമ്മയുണ്ടോ? അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മാജിക് ഫ്ലവേഴ്സ് ആണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവറിന് കളർ ഉണ്ടാവും, താഴ്ത്തി കഴിയുമ്പോൾ കളർ പോവും, അത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ പേഴ്സാണ്. നമുക്ക് DIY ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് സ്പേസ് ഉണ്ട്. നമുക്ക് കണ്ടില്ലേ, ഞാൻ സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഇതിങ്ങനെ തുറക്കുന്ന സമയത്താണ് കുറേ സ്റ്റാമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ഓർമ്മ വന്നത്. പിന്നെ എന്തായാലും ഇത് പുറത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വീട്ടിൽ കളിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് പേഴ്സ് ഉണ്ടാക്കി കളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബുക്ക് മാർക്സ് ആണ്. ഒരു 5 ബുക്ക് മാർക്ക് നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കൗ പ്രിൻ്റ് വരുന്നതും, പിന്നെ ടുലിപ്സിൻ്റെത്, പിന്നെ ഓംലെറ്റിൻ്റെത്, പിന്നെ ഒരു ഗ്രിഡ് ലൈനും, പിന്നെ ഒരു അതിനെന്താ പറയുക, ഒരു ലീഫിൻ്റെ ഡിസൈനുള്ള ഒരു ബുക്ക് മാർക്കും. അപ്പോൾ ഇതുപോലത്തെ 5 ബുക്ക് മാർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ കുറേ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലൊരെണ്ണാണിത്. പിന്നെ ഈ ഒരു സ്കെയിലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറേ ക്യൂട്ടായിട്ടുള്ള സ്കെയിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ മാർജിൻ ഐഡിയാസ് ആണ്. ഒരു 20 മാർജിൻ ഐഡിയാസ് നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്സ് കാണുന്ന കുറേ പേരൊന്നും
നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ലോങ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ അടുത്ത ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സീക്രട്ട് മെസ്സേജ് കാർഡാണ്. ഈ ഒരു ടൂള് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കാണാൻ പറ്റുള്ളൂ. സീക്രട്ടായിട്ടൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാർഡൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതും ഒരു സീക്രട്ട് മെസ്സേജ് കാർഡാണ്. ഇതിൽ നമ്മൾ ലൈറ്റ് അടിച്ചാൽ മാത്രമേ മെസ്സേജ് കാണുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് മെസ്സേജ് എന്താണെന്ന് കാണുള്ളൂ. അപ്പോൾ സീക്രട്ടായിട്ടൊക്കെ ആരോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തതും ഒരു സീക്രട്ട് മെസ്സേജ് കാർഡാണ്. സീക്രട്ട് മെസ്സേജ് കാർഡൊക്കെ അടുപ്പിച്ചാണല്ലോ. ഇത് നമ്മൾ പെയിൻറ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ മെസ്സേജ് കാണാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ. ഇതിപ്പോൾ പെയിൻറ് ഞാൻ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു. ഇതും നിങ്ങൾക്ക് പരീക്ഷിക്കാം. പിന്നെ അടുത്തതൊരു ബർത്ത്ഡേ കാർഡാണ്. ഈ ഒരു ബർത്ത്ഡേ കാർഡ് കുറച്ച് വെറൈറ്റിയാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സംഭവം ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ താഴേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് ആക്കി വെക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, കുറച്ച് വെറൈറ്റി അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. അടുത്തത് ഈ ഒരു കാർഡാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വലുതായി പോയി, എന്നാലും സംഭവം നല്ല ക്യൂട്ടാണ്. പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഡെയിലി ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് മായ്ച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കുറച്ചും കൂടിയും അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയാം ഈ ഒരു സംഭവം. ഇത് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, മറ്റേത് സാധാ കട്ടിയുള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സീക്രട്ട് മെസ്സേജ് കാർഡ് തന്നെയാണ്. ഇതിലെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഓരോ ഫ്ലവേഴ്സും ഓരോ ലെറ്റേഴ്സിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലവറൊക്കെ ഞാൻ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് ആണ്. ഈ ഒരു സംഭവം ഒരു ബർത്ത്ഡേ കാർഡാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലൊക്കെ ഓക്കെയാണ്, പക്ഷേ പുറത്ത് കുറച്ചും കൂടെയും ഭംഗിയാക്കായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ ഇതെന്താ സംഭവം, നമ്മുടെ ഒരു ഹോളോഗ്രാം പ്രൊജക്ടറാണ്, DIY ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ടിഷ്യൂ ബലൂൺ ആണ് കേട്ടോ. അതിൻ്റേതായ പോരായ്മകളും അതിനുണ്ട്, കുറച്ചൊക്കെ ചളങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മറ്റേ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്, ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അടുത്തതും ഒരു ഗിഫ്റ്റ് കാർഡാണ്. ഇതിപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കോ വാലന്റൈൻസ് ഡേക്കോ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാർട്ട് വിരിഞ്ഞു വരും. അതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അടുത്ത സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഓർഗനൈസർ ആണ്. ഇതിൽ ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സ്റ്റാറൊക്കെ വെറുതെ ഇട്ടിട്ടുണ്ട്. പേപ്പർ സ്റ്റാർ നമ്മുടെ എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. ഞാനിത് കുറേ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇതുപോലെ ഓരോ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്തിട്ട് തീർന്നിട്ടുണ്ട്. ഗൈസ്, നിങ്ങളൊരു സത്യം പറയും, നിങ്ങൾക്ക് വീഡിയോ ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് വോയിസ് കൊടുത്ത് ചുമ വരാൻ തുടങ്ങി. ഇതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. പിന്നെ ഈ ഒരു സംഭവം ഒരു പെൻസിൽ ഓർഗനൈസർ ആണ്. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട്. പെന്നും പെൻസിലും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും. ഇതൊരു ഡെസ്ക് ഡെക്കോറായിട്ടും യൂസ് ചെയ്യാം. പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും ഒരു ഓർഗനൈസർ ആണെന്നൊന്നും മനസ്സിലാവില്ല. കാണുമ്പോൾ ഒരു പെൻസിൽ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഒരു അടിപൊളി ഓർഗനൈസർ ആണ് ഗൈസ്. പിന്നെ അടുത്തതും ഒരു ഓർഗനൈസർ ആണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന 3 ലെയർ ഓർഗനൈസർ ആണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ഒക്കെ വെച്ചിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേയും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ട് എയർ ബലൂണാണ്. ഈ ഒരു ബലൂണാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സെക്കൻഡ് ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായി. പിന്നെ അടുത്ത ഐറ്റം ഒരു സ്റ്റാർ ലൈറ്റ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. ഇതുമല്ല ഇങ്ങനെ ഫെയറി ലൈറ്റ് ചുറ്റിയിട്ട് രാത്രി ഓണാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കാല് ഒടിഞ്ഞു പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ഡെസ്കിൽ വെക്കാറില്ല. ഇത് നമ്മൾ പേപ്പർ സ്ട്രോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാറാണ്. പിന്നെ ഈ ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ അടുത്ത് ഉണ്ടാക്കിയതാണ്. ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ. ഇതങ്ങനെ ആരും മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം, പിന്നെ ഞാൻ ഓർഗനൈസർ കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള മിനി ജേണൽ ബുക്കാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സ്റ്റിക്കറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ വാഷി ടേപ്പും സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സും വാഷി ടേപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട് അടിപൊളി ഓപ്ഷനാണ്. നമ്മളിതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെ സ്റ്റിക്കേഴ്സ് ഇട്ട് വെക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മളിപ്പോൾ എടുത്തുണ്ടാക്കിയിട്ടുള്ള ബുക്ക് മാർക്കാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്കെയിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് ഇതാണ് മെയിൻ. നിങ്ങൾ പേര് പറയോ ഹായ് പറയോ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടാറില്ലേ, അതിൽ നിങ്ങളുടെ പേരൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. ഒരാളുടെ പേരും വിട്ടു
വിട്ടുപോകരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെ പേരും എഴുതി വെച്ചിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ വെട്ടി ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു ബുക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ടു ഡു ബുക്കാണ്. അത് ഏകദേശം തീർന്നു തുടങ്ങി. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിനി നോട്ട് ബുക്സ് ഒക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഉണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതെനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമമാണ്. ഇതൊരു ഫോൾഡിങ് നോട്ട് പാഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞതിൻ്റെ അറിയാണ്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വേറൊരു ഫോൾഡിങ് നോട്ട് പാഡ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഫോൾഡിങ് നോട്ട് പാഡൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഈ ഹോംവർക്കൊക്കെ എഴുതാൻ മറന്നിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതുപോലുള്ള നോട്ട് പാഡൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതും ഒരു നോട്ട് പാഡാണ്. ഇതിലിപ്പോൾ കുറേ നോട്ട് പാഡ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ അനിയത്തി ഇങ്ങനെ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവളുടെ വക ഒരു ചെക്കിങ് ഉണ്ടാവും. അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവൾ നൈസായിട്ട് അടിച്ചു മാറ്റാറുണ്ട്. പിന്നെ നമ്മുടെ ഡഗ്ജിയും അതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ ബുക്ക് മാർക്കും പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഇതിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്യൂട്ടായിട്ടുള്ള സ്കെയിലും ഇതിലുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സ്റ്റിക്കി നോട്ട്സും ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇടാനായിട്ടാണ് ഞാൻ ഇതുപോലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും തരാം. പിന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൈൻഡ് ബാഗാണ്. ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 സ്ക്വിഷി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കിങ്ങനെ തുറക്കാനായിട്ട് ഇങ്ങനെ ഒരു ത്വര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു സ്ക്വിഷിയാണ്. പിന്നെ ഇതിൽ 2 സ്ക്വിഷി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മറ്റേ സ്ക്വിഷി സാന്റാക്ലോസിൻ്റെ സ്ക്വിഷിയാണെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ചില സാധനങ്ങളൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ക്രാഫ്റ്റൊക്കെ നമ്മൾ പെയിൻറ്റിങ്സും ഡ്രോയിങ്സും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഐറ്റം നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ പേപ്പർ കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മിനി ഡസ്റ്റ്ബിന്നാണ്. ഇതൊക്കെ നമുക്ക് ഡെസ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഹാലോവിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയതാണ്. ആ ഒരു പംകിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതും നമ്മൾ ഹാലോവിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബോക്സാണ്. ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഹോളിൽ കൂടെ നമ്മൾ പൈസ ഇടും, മുകളിൽ കൂടെ നമുക്ക് പൈസ എടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ പഞ്ചറാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഹോൾസ് വരും. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബാഗാണ്. പിന്നെ ഇത് നമ്മൾ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഡെയ്സി ഫ്ലവേഴ്സ് ആണ്. A4 ഷീറ്റും അതുപോലെ തന്നെ കളർ പേപ്പേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഡെസ്കിലൊക്കെ വെക്ക്, അടിപൊളിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റെയിൻബോ ക്ലൗഡാണ്. ഈ ഒരു ക്ലൗഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുത്തത്. അതിൽ ആ ഒരു വീഡിയോയിൽ അതിൻ്റേതായ ചില പരിമിതികളുണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇത് നമ്മളൊരു വീടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫെയറി ലൈറ്റും അതുപോലെ തന്നെ എൻ്റെ ചെറിയ പേപ്പർ ക്ലിപ്സൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. ഇതും അടിപൊളി ഡെസ്ക് ഡെക്കോറാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സ്റ്റിക്കേഴ്സ് നമ്മൾ DIY ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എല്ലാതും എടുത്ത് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു ഡെസ്ക് ഡെക്കോറും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. ഒരു റെയിൻബോ വാൾ ഡെക്കറാണ്. സംഭവം ഇത് ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ വേദനിക്കും, അത്രയും ഹാർഡായിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെ തല്ലാം, അത്രയും ഹാർഡായിട്ടുണ്ട്. ടിഷ്യൂ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഹാർഡാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഊഞ്ഞാലാണ്. പക്ഷേ ഇതിന് ഞാൻ വിചാരിച്ചത്ര വ്യൂസ് ഒന്നും കിട്ടിയില്ല. അതെനിക്കിപ്പോഴും നല്ല വിഷമമുണ്ട്. കാരണം കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കുറച്ച് പണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ടാവും വ്യൂസ് കുറഞ്ഞത്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. ഈ ഒരു ഐറ്റവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറും അതുപോലെ തന്നെ കുറച്ച് ലാവൻഡർ ഫ്ലവേഴ്സ് നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഇതൊരു ഡെസ്ക് ഡെക്കോറാണ്. ഒരു റാബിറ്റിൻ്റെ ഡെസ്ക് ഡെക്കോറാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കേണ്ടതാണ്, ഞെളങ്ങിയിട്ടാണ് ഇരിക്കാത്തത്. പിന്നെ ഇത് നമ്മുടെ ഫോൺ സ്റ്റാൻഡ്. പിന്നെ ഈ ഒരു ഐറ്റവും ഒരു ഡെസ്ക് ഡെക്കോർ പ്ലസ് നമുക്ക് കളിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇങ്ങനെ ആടി ആടി കളിക്കുന്ന ഒരു ടെഡി ബെയർ ആണ്. ടെഡി ബെയർ ആണോന്ന് അറിയില്ല, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പിസ്സയാണ്. വെറും പിസ്സയല്ല, വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചീസ് വരുന്ന പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫ്രണ്ട്സിനൊക്കെ പറ്റിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ടു ഡൂസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടു ഡു ഹോൾഡറാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഡാൻസിങ് സാൻഡയാണ്. സാൻഡയുടെ കൈയൊക്കെ നൈസായിട്ട് ചളുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നോമാനും കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇത്രയും നേരം വരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത്രയും വരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ച് പോവല്ലേ, വീഡിയോ ഇപ്പോൾ കഴിയും. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പേപ്പർ സോപ്പാണ്. ഇതെൻ്റെ അനിയത്തി അടിച്ചു മാറ്റി കൊണ്ടുപോയി ഞാൻ ലാസ്റ്റ് ഒരെണ്ണം മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പേപ്പർ കപ്പാണ്. ഇത് നമുക്ക് ഡെസ്ക് ഡെക്കറായിട്ടും ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ സോപ്പ് വെട്ടി വെച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരറ്റ് ഗാർഡൻ ആണ്. ഇതിൽ നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ പറിച്ചെടുക്കാം, അതുപോലെ തന്നെ കുഴിച്ചിടുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ഐറ്റം നമ്മൾ പേപ്പർ കപ്പും ബലൂണും യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പാർട്ടി പോപ്പറാണ്. ഇത് നല്ല അടിപൊളി വർക്കിംഗ് ആണ് കേട്ടോ. എന്തായാലും ഞാൻ ഗ്യാരണ്ടി ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, സെറ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ബൾബ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മഷ്റൂം ഡെസ്ക് ഡെക്കോറാണ്. ഇത് കുറച്ച് ട്രെൻഡിങ് ആയിരുന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്ത ഐറ്റം നമ്മൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കലണ്ടറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഓരോ ഡേറ്റും ഇതുപോലെ മാറ്റി മാറ്റി വെക്കാം. ഡേറ്റ് മാത്രമല്ല, മന്തും നമുക്ക് മാറ്റി മാറ്റി വെക്കാം. ഇനി ആകെ 2 ഐറ്റം കൂടെ കാണിക്കാനുള്ളൂ. അത് രണ്ടും ഇരിക്കുന്നത് ചുമരിലാണ്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പൊക്കോ. ഈ ഒരു വാൾ ഗ്രിഡ് സംഭവം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതുമല്ല നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ മെസ്സേജ് കാർഡും ഉണ്ട്. പിന്നെ നമ്മളെ വിഷൻ ബോർഡ്, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പേപ്പർ ക്ലിപ്പ്, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് പോപ്കോൺ വാൾ ഡെക്കർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.